അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കാണുന്നു, കമൻറ്റിൽ ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുന്നു. ദുആ ചെയ്യാൻ വേണ്ടി ഒട്ടനവധി വിഷയങ്ങൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ കമൻറ്റുകൾ ശ്രദ്ധിച്ചു, മെസ്സേജുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങൾ ദുആയിൽ ഓർക്കാൻ ചേർക്കാൻ പറഞ്ഞു, അതെല്ലാം അല്ലാഹുവേ പടച്ചവനെ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ അവരെയും ഞങ്ങളെയും സഹായിക്കണേ അല്ലാ. എല്ലാ പ്രയാസവും മാറ്റണേ പടച്ചവനെ. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ നോമ്പ് തുറയോടെ ഞങ്ങൾ കയറുകയാണ്. ഞങ്ങളുടെ ആയുസ്സിന്റെ അവസാനത്തെ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാക്കാതെ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് റമളാൻ ആഫിയത്തോടെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റമളാനിന്റെ അനുകൂലമായ ശഫാഅത്ത് ഞങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് സബബാക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാകാൻ ഒരുപാട് സാധ്യത നിലനിൽക്കുന്ന ഒരു രാവാണ്. ഇന്നത്തെ രാവിന് ഇരട്ട പ്രത്യേകതകളാണ് ഉള്ളത്. വളരെ മൈൻഡ് കൊടുക്കേണ്ട ഒരു രാവാണ്. ഒരുപക്ഷെ ഇന്നത്തെ രാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ നഷ്ടമായി പോകും. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്നത്തെ രാവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിന് സാധ്യത നിലനിൽക്കുകയാണ്. അടുത്ത ഇതേപോലെ വെള്ളിയാഴ്ച രാവ് ഒരുപക്ഷെ അത് ചെറിയ പെരുന്നാളിന്റെ രാവാകാം, അല്ലാഹു ആലം. അപ്പൊ എങ്ങനെയാലും പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ രാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സങ്കടമാണ്. കുടുംബത്തിലെ സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോകുന്നതിലേറെ സങ്കടം വിശ്വാസിയുടെ മനസ്സിലുണ്ടാകും. കാരണം അള്ളാന്റെ വിരുന്നുകാരൻ സലാം പറഞ്ഞു പോകാൻ പോകുന്ന സന്ദർഭമല്ലേ, അപ്പൊ വേദന ഉണ്ടാകും. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാവൊന്ന് ലാഭകരമാക്കി എടുത്താലോ? ഇന്ന് രണ്ട് പ്രത്യേകതയാണ്. ഒന്ന് റമളാനിന്റെ വെള്ളിയാഴ്ച രാവ്, ലാസ്റ്റ് വെള്ളിയാഴ്ച രാവ്. മറ്റൊന്ന് 23-ാം രാവാണ്. അങ്ങനെ രണ്ട് പ്രത്യേകതകൾ, അതായത് റമളാനിന്റെ അവസാനത്തെ ഒറ്റയിട്ട രാവുകൾ. 21-ാം രാവ് ഒറ്റയിട്ടതാണ്. അതേപോലെ 23-ാം രാവ്, 5-ാം രാവ്, 7-ാം രാവ്, 9-ാം രാവ്, ഇതൊക്കെ ഒറ്റയിട്ട രാവുകളാണ്. ഈ ഒറ്റയിട്ട രാവുകൾ വെള്ളിയാഴ്ച രാവായി കയറി വന്നാൽ ലൈലത്തുൽ ഖദറിന് വല്ലാത്ത സാധ്യതയുണ്ട് എന്ന് ഉലമാ അടയാളപ്പെടുത്തിയത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. മാത്രമല്ല 23-ാം രാവിന്റെ ഒരു പ്രത്യേകത, കിതാബുകൾ പരിശോധിക്കുമ്പോൾ, ഹദീസുകൾ സെർച്ച് ചെയ്യുമ്പോൾ എമ്പാടും പോരിശയാണ്. ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ് പരിശോധിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, വിനീതന് ബോധ്യപ്പെട്ടു, പരിശുദ്ധമായ റമളാനിന്റെ 23-ാം രാവ്, അതായത് ഇക്കൊല്ലത്തെ നമ്മുടെ ഇന്നത്തെ മഗ്‌രിബോടെ കയറി വരുന്ന രാവ്, ആ രാവ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന് വമ്പൻ സാധ്യതയുണ്ട് എന്ന ഒരു ഇശാറത്ത് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപന സ്റ്റേറ്റ്മെന്റ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വിഷയത്തിന്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ അഹ്ലുൽ ബാദിയിൽപ്പെട്ട ഒരു സഹാബി വന്നുകൊണ്ട് പറയാണ്, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ബാദിയിൽ താമസിക്കുന്ന ആളാണ്, കുറച്ചങ്ങോട്ട് പോകണം, അങ്ങനെ ഈ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ ഇറങ്ങി വരിക, എല്ലാ രാത്രിയിലും അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ സജീവാകാന്ന് പറയുന്നത് കുറച്ച് ടഫാണ്, കുറച്ച് പ്രയാസമാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് പറഞ്ഞു തരാമോ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പുണ്യ റസൂലിനോട് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ബാദിയിൽപ്പെട്ട സ്വഹാബി. അപ്പോൾ ആ സ്വഹാബിയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നാൽ നീ പരിശുദ്ധ റമളാനിന്റെ 23-ാം രാവിൽ ഇറങ്ങിപ്പോന്നോളൂ എന്നാണ്. എന്നാൽ 23-ാം രാവിൽ നീ സജീവായിക്കോ ലൈലത്തുൽ ഖദർ വേണമെങ്കിൽ എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം അല്ലെങ്കിൽ ഹദീസ് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലായി. 23-ാം രാവ് ഭയങ്കര രാവാണ്. ലൈലത്തുൽ ഖദർ 23-ാം രാവാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറയുന്ന, കൃത്യമായി പറയുന്ന ഹദീസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇബ്നു അബീ ശൈബ തങ്ങൾ സ്വഹീഹായ പരമ്പരയിലൂടെ ഈ ഹദീസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, 23-ാം രാവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ചില മഹത്തുക്കൾ, ചില മഹാന്മാർ 23-ാം രാവിൽ പ്രത്യേകം കുളിച്ച് സുഗന്ധം ശരീരത്തിലൊക്കെ നല്ല പെർഫ്യൂം ഒക്കെ തേച്ച് കുളിച്ചു കുട്ടപ്പനായി എന്ന് പറയില്ലേ, അങ്ങനെ ഒരുങ്ങാറുണ്ടായിരുന്നു എന്ന് നമുക്ക് നിവേദനങ്ങൾ കാണാം. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നല്ല വസ്ത്രം ധരിക്കണം. മഹാന്മാരുടെയൊക്കെ അതിന്റെ ഉദ്ധരണികളൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര അടിപൊളി വസ്ത്രം ധരിക്കണം, നല്ല സുഗന്ധമായിരിക്കണം. അന്നത്തെ മഗ്‌രിബ് മുതൽ നോമ്പ് തുറ മുതൽ രാത്രി സജീവമാക്കണം, നല്ല റാഹത്താക്കണം. അങ്ങനെ ഒരുങ്ങാറുണ്ടായിരുന്നു പല മഹാന്മാരും എന്ന് 23-ാം രാവിലെ, അതായത് ഇന്നത്തെ രാവിൽ
വലിയ സൗഭാഗ്യമാണ്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ആരാ? റഈസുൽ മുഫസ്സിരീനാണ്. ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു സഹാബിയാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. വലിയ മഹാനല്ലേ, തർക്കമില്ലല്ലോ. ആ മഹാനുഭാവൻ തൻ്റെ കുടുംബത്തെ, തൻ്റെ ഫാമിലിയെ പരിശുദ്ധമായ ഇബാദത്തിന് വേണ്ടിയിട്ട് 23-ാം രാവിൽ വിളിച്ചുണർത്താറുണ്ടായിരുന്നു എന്നും കിതാബിൽ ഉദ്ധരണി കാണാം. അപ്പോൾ വലിയൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ. അതോടൊപ്പം 23-ാം രാവിനോടൊപ്പം പരിശുദ്ധ റമളാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പഞ്ചസാരക്കൊന്നിന്മേൽ തേന്മഴ പെയ്യുന്നതിനേക്കാൾ മധുരമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക, ഓടിച്ചു പറഞ്ഞു പോകാം. ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, അതേപോലെ സുബഹ് 3 നിസ്കാരം ജമാഅത്ത് മുടങ്ങാതെ നോക്കണം. അതോടൊപ്പം തറാവീഹും വിത്തറും എന്ത് വില കൊടുത്തു എത്ര വയ്യെങ്കിലും 2 റക്അത്തുകൾ നിസ്കരിക്കണം. അതുമാത്രമല്ല രണ്ടാമത്തെ ദുആ തൗബ. നമ്മുടെ എല്ലാ കാര്യവും ഇന്ന് ദുആ ചെയ്യുമ്പോൾ മലക്കൾ ആമീൻ പറയും. മലക്കൾ നമ്മുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും. വലിയ സൗഭാഗ്യം. മലക്കൾ നമ്മുടെ കൈപിടിക്കും. അതേപോലെ തന്നെ മലക്കൾ ആമീൻ പറയും. ഇതിനാ മലക്കൾ വരുന്ന എന്തിനാ? മലക്കൾ വരുന്നവർക്ക് പ്രത്യേക ഇബാദത്ത് എടുക്കാനല്ല, നമ്മുടെ ദുആക്ക് ആമീൻ പറയാനാണ്. ഇന്ന് ദുആ നിസ്കരിക്കാൻ പറ്റാത്ത സമയമുണ്ടല്ലോ, ഇന്ന് തറാവീഹ് നിസ്കരിക്കാൻ പറ്റാത്ത പീരീഡ്സിലുള്ള സഹോദരിമാര് ഒരു വിഷമമില്ല, റാഹത്തായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ദുആ എടുക്കാം. മലക്കൾ ആമീൻ പറയും. തൗബ വേണം, ചുമ്മാ കരയുക, എന്നിട്ട് അള്ളാഹു എനിക്ക് മാപ്പാക്കണം, ഒരുപാട് ചെയ്തു പോയി, ഇനി ഞാൻ ചെയ്യൂല അല്ലാ എന്ന് പറയാം. ഇതന്നെ തൗബ. വൻപാപം കരിഞ്ഞു പോകും അങ്ങനെ പറഞ്ഞാൽ. അങ്ങനെ തൗബ ചെയ്യണം. കഴിയുമെങ്കിൽ തസ്ബീഹ് നിസ്കാരം 27-ാം രാവ് ആകട്ടെ അല്ല എന്ന് വിചാരിച്ച് നമ്മൾ പെൻഡിങ്ങിൽ വെക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നിങ്ങളോട് ഞാൻ മനസ്സിൽ തൊട്ട് പറയാം, ഇന്ന് തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ നിസ്കരിക്കണം. അൽഹംദുലില്ലാഹ്. ഇനി നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യണം? തസ്ബീഹ് നിസ്കാരം നിന്ന് പറ്റില്ല, കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ ഈ കാലിന് വിഷയമാണ്, നീരുണ്ട്, അല്ലെങ്കിൽ പിന്നെ തലകറക്കം ഉണ്ടാവും, ബാലൻസ് പ്രശ്നമാണ്, അങ്ങനെയുള്ളവരുണ്ടാവില്ല. അല്ലാത്തവർക്ക് റാഹത്തല്ലേ, അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്ത് നമുക്ക് എല്ലാവർക്കും നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിന്ന് നിസ്കരിക്കാൻ ഇരുന്ന് നിസ്കരിക്കണം. തസ്ബീഹ് നിസ്കാരം എങ്ങനെയാണെങ്കിൽ തസ്ബീഹ് നിസ്കാരം ഇന്ന് വേണം. അതോടൊപ്പം 4-ാമത്തെ കാര്യം ഖുർആൻ ഓതണം. പ്രത്യേകിച്ച് ഖുർആന്റെ ഏറ്റവും അഫ്ളലായ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതാണ് ആയത്തുൽ കുർസി, അതേപോലെ തന്നെ ആമന റസൂല്, അതേപോലെ ഇഖ്ലാസ്, സൂറത്തു സൽസല, ഇദാ സുൽസിലതി, അതൊക്കെ ഓതാൻ വേണ്ടി ശ്രമിക്കണം കഴിയുന്നത് പോലെ. പിന്നെ 5-ാമത്തെ കാര്യം അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഈ ദുആ, ഈ ദിക്ർ, ഈ ദുആ ഇത് അധികരിപ്പിക്കണം. അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്റില്ലേ തെറ്റുകൂടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്ർ ചുരുങ്ങിയതൊരു 3 വട്ടെങ്കിലും നമ്മൾ പറയണം. അത് കിതാബിൽ കാണാൻ പറ്റും. ഇത് ഗഫറല്ലാഹു ബിവാഹിദ, ഒരു വട്ടം മനസ്സറിഞ്ഞ് ഹൃദയം തൊട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഗഫറല്ലാഹു ബിവാഹിദ, 1-ാമത്തത് ഒറ്റ പറച്ചിൽ കൊണ്ട് അള്ളാഹു അവർക്ക് പാപം പുറത്തു കൊടുക്കും. വനജ്ജാഹു മിനന്നാർ ബിവാഹിദ, അടുത്ത ഒരു ദിക്റൂടെ പറയുമ്പോൾ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കും. നെക്സ്റ്റ് ഒരു ദിക്റൂടെ പറയുമ്പോൾ ദഖലൽ ജന്ന ബിവാഹിദ, സ്വർഗപ്രവേശനം കൊടുക്കും. വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാവിൽ അൽഹംദുലില്ലാഹ് സജീവമാകണം. ഈ വിനീതനെ ഓർക്കണം, നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ ഓർക്കണം, നമ്മുടെ കുടുംബത്തെ ഓർക്കണം. അൽഹംദുലില്ലാഹ് എല്ലാവരെയും പ്രത്യേകം വിനീതൻ ഓർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്നത്തെ രാവ് കൊണ്ട് വിജയിക്കാൻ സൗഭാഗ്യം നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരുപാട് ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, കമന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം, നിർബന്ധമാണ്, റിക്വസ്റ്റാണ്. കാരണം നമ്മുടെ ക്ലാസ് ഒരുപാട് പേർക്ക് പോകണം, ഷെയർ ചെയ്യണം. കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.